ചൈനയിലെ ബീജിംഗിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സുപ്രധാന ക്ഷേത്ര സമുച്ചയമാണ് ടെമ്പിൾ ഓഫ് ഹെവൻ അഥവാ സ്വർഗക്ഷേത്രം. തവോ മതക്കാരുടെ ആരാധനാലയം കൂടിയായിരുന്നു ഈ ക്ഷേത്രം. ബീജിംഗിലെ ഫോർബിഡൻ സിറ്റി പണികഴിപ്പിച്ച യോങ് ചക്രവർത്തിയാണ് ക്ഷേത്രവും പണികഴിപ്പിച്ചത്. 1406 മുതൽ 1420 വരെയുള്ള കാലയളവിലായിരുന്നു ക്ഷേത്രത്തിന്റെ നിർമ്മാണം. പിന്നീട് വന്ന ജിയാൻ ചക്രവർത്തി ക്ഷേത്ര സമുച്ചയം കൂടുതൽ വിപുലീകരിക്കുകയും ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നീ ആരാധനമൂർത്തികൾക്കായുള്ള ക്ഷേത്രങ്ങൾ യഥാക്രമം കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ ദിശകളിൽ പണിതുയർത്തി. 18-ാം നൂറ്റാണ്ടിൽ ക്യുയാങ് ലോങ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഈ ക്ഷേത്രം വിപുലമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി. രണ്ടാം കറുപ്പ് യുദ്ധത്തിന്റെ നാളുകളിൽ ആംഗ്ലോ ഫ്രഞ്ച് സഖ്യം ഈ ക്ഷേത്രത്തിൽ തമ്പടിച്ചിരുന്നു. 1900-ൽ ബോക്സർ കലാപകാലത്ത് അന്താരാഷ്ട്ര സഖ്യത്തിന്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം. അവർ ഈ ക്ഷേത്രത്തെ ബീജിംഗിലെ സേനയുടെ താൽക്കാലിക ക്യാമ്പായി ഉപയോഗിച്ചിരുന്നു. 1 വർഷത്തോളം ഈ സ്ഥിതി തുടർന്നു. ഇത് കെട്ടിട ഭാഗങ്ങൾക്ക് ക്ഷതം സംഭവിക്കുവാനും ക്ഷേത്രത്തിലെ പുരാവസ്തുക്കളുടെ നഷ്ടത്തിനും കാരണമായി. ക്യുങ് രാജവംശത്തിന്റെ പതനത്തോടെ ക്ഷേത്രത്തിന്റെ സംരക്ഷണം അവതാളത്തിലാവുകയും 1914-ൽ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായ യുവാൻ കൈഷക് ഈ ക്ഷേത്രത്തിൽ വെച്ച് ഒരു പ്രാർത്ഥനാ ചടങ്ങ് സംഘടിപ്പിക്കുകയുണ്ടായി. തന്നെ സ്വയം ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചക്രവർത്തിയായി അവരോധിക്കുന്നതിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു ഇത്. 1918-ൽ ക്ഷേത്രം ഒരു ഉദ്യാനമായി മാറ്റപ്പെടുകയും ആദ്യമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം 1998-ലാണ് ക്ഷേത്രത്തിന് ലോക പൈതൃക പദവി ലഭിക്കുന്നത്. ലോകത്തിലെ തന്നെ ഒരു മഹത്തായ മാനവ സംസ്കാരത്തിന്റെ ഉദ്ഭവത്തെ വിവരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കൃതി എന്നാണ് യുനെസ്കോ ടെമ്പിൾ ഓഫ് ഹെവനെ വിശേഷിപ്പിച്ചത്.